എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഹീറോ ആണോ? അല്ല, വില്ലൻ. കൊച്ചുപ്രായത്തില് ഞാൻ മോഷ്ടിച്ച അമ്മായിയുടെ മുക്കാപ്പവന്റെ താലിമാല അവന്റെ തല കെട്ടിവെച്ച എന്റെ തുടക്കം. ഇത് പുത്തെഴുത്തുകാരെ എനിക്ക് തന്ന സ്ത്രീധനം 10 ലക്ഷം രൂപ. നീ ഇത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലടാ, മറക്കില്ല ഒരിക്കലും. എന്ത് നല്ല മനുഷ്യനല്ലേ. എനിക്ക് വളരണം, അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. സർക്കസം അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ടവന്. രവീന്ദ്രൻ, നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന ഗാവൻ ജോസഫ് ഒരു ക്രിമിനൽ ആയിരുന്നു സർ. അവൻ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആണെന്നും കാണിച്ച് വ്യാജരേഖയുണ്ടാക്കി ഒരു വൻ തുക ഇവിടുത്തെ സിറ്റി ബാങ്കിൽ നിന്നും വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടു. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. Sorry, Mr. Menon. You are under arrest. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? हेलो रवि साहब, गावन जोसेफ मलेशिया से। ഹലോ ഗാവൻ ജി, എല്ലാം സക്സസ്. ആ മേനോൻ ഇനി പുറം ലോകം കാണില്ല. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. എല്ലാത്തിനും പുറകിൽ നീയായിരുന്നല്ലേ? അതേടാ, നിന്റെ പെങ്ങളെ കെട്ടി ബോംബെ എത്തിച്ച് ഒരു മാർവാടിക്ക് കാഴ്ചവെച്ചപ്പോ ലക്ഷങ്ങളായി ഈ കൈകളിൽ വീണത്. ഒരുമിച്ച് കൂടെ കൂട്ടിയിട്ട് പുറയുന്ന കുത്താനല്ല നീ പഠിച്ചേ. അല്ലാണ്ട് വേറൊരു നല്ല വേഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം അറിയാം? എടാ, ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. ഇത്രയും കാലം ഇവരുടെ ഒക്കെ മനസ്സിൽ പകയുടെ വിഷം കുത്തിവെച്ചത് നീയായിരുന്നല്ലേ? ചതിയ. ഹലോ, പണം കിട്ടി. പെൺകുട്ടി, എന്റെ ഡിമാൻഡ്സ് കഴിഞ്ഞിട്ടില്ല. this is cheating. വയലൻസ് നല്ല കൈയടിയാണ്. ജീവിതത്തിലെ അഭിനയത്തിന് അവാർഡുകൾ കിട്ടുമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഓസ്കാർ വരെ കിട്ടേണ്ട ആൾക്കാർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. സിനിമയിലോ സ്ഥിരം കൊള്ളരുതാത്തവനും തല്ലുകൊള്ളി. ഇതും കൂടിയായി തീർന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? പോലീസ് തന്നെ പുഷ്പം പോലെ പൊക്കും. എന്നെ മാത്രം പേടിപ്പിക്കലേ കേട്ടാ. അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞാലേ 1 മാസം മുമ്പത്തെ ഡേറ്റ് ഇട്ടിട്ട് നിന്നെ ഫാൻസ് അസോസിയേഷൻ പുറത്താക്കും ഞാൻ. മോനെ, നീ ഇപ്പോഴും